ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങളെ നിയമപരമായി താങ്കൾക്ക് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? കാരണം ഇതൊരു വിധിയല്ല. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ വാക്കുകളും സ്ത്രീകളുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ്, സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഇതൊരു വിധിയല്ല, പരാമർശങ്ങളും വിമർശനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നാളെ സമാനമായൊരു കേസ് ഇനിയും സംഭവിക്കുമ്പോൾ മറിച്ചുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ മറ്റു ചില ബെഞ്ചുകളിൽ നിന്നുണ്ടാകാം, മറ്റു ചില ബെഞ്ചുകളിൽ നിന്നുള്ള വിമർശനങ്ങളായി വരാം, അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായ പ്രതികരണങ്ങളായി വരാം. ഇതൊക്കെ നമ്മൾ കോടതികളിൽ സംഭവിക്കുന്നതായി കണ്ടിട്ടുള്ളതാണ്. പരാമർശം മാത്രമാണ് എന്ന നിലയ്ക്ക് ഇനിയും ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടേ? ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വിധിയല്ലാത്ത പശ്ചാത്തലത്തിൽ. കോടതി കഴിഞ്ഞ ദിവസം വിധി പാസാക്കിയല്ലോ സ്മൃതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് അത് നിയമതത്വങ്ങൾ നിരത്തിയുള്ള വിശദമായിട്ടുള്ള ഉത്തരവാണ്. അത് വിധിയായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് നിയമതത്വങ്ങൾക്ക് കേരളത്തിന്റെ ടെറിട്ടറിയിൽ അതിന് നിയമപരമായിട്ടുള്ള ബൈൻഡിങ് ആയിട്ടുള്ള സ്വഭാവവുമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് എന്ന് പറയുന്നത് ശ്രീ ബോബിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നൽകുമ്പോൾ തന്നെ വളരെ കഠിനമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയായി ഈ ഒഫൻസ് നിലനിൽക്കുന്നതാണ് എന്ന് വീഡിയോ കോടതിയിൽ പ്ലേ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്ത നിഗമനം അത് ആ ബെയിൽ ഉത്തരവിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വിചാരണ, വസ്തുതാപരമായ വിഷയങ്ങളിൽ വിചാരണ നേരിടാൻ ശ്രീ ബോബിക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത്, അതായത് ട്രയൽ പ്രൊസീജിയർ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയെന്നിരിക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് പ്രഥമ ദൃഷ്ടിയായി ഒഫൻസ് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന് അവിടെ ഒരു നിരീക്ഷണം നടത്തിയതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ ഡിസ്ചാർജിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ക്വാഷ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഒക്കെ വളരെ അപകടകരമായ രീതിയിൽ ഉള്ള ഫൈൻഡിങ് ആണ്. സ്റ്റിൽ ഹൈക്കോടതി അങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷവും അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് പിന്നീട് ഇന്നുണ്ടായ തുടർ നടപടി എന്നത് കുറച്ച് വ്യത്യസ്തമാണ്. ഇന്നൊരു ഉത്തരവ് പാസ്സാക്കുവാൻ വേണ്ടിയല്ല തുടർ നടപടികൾ എടുത്തത്. ബെയിൽ ഉത്തരവ്, ജാമ്യ ഉത്തരവ് കിട്ടിയതിന് ശേഷവും അദ്ദേഹം ജയിലിനെ പുറത്തിറങ്ങാതെ ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പുവെക്കാതെ ഒരു പക്ഷേ കുറച്ചൊരു ഡെല്യൂസീവായിട്ട് അദ്ദേഹം പെരുമാറിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാകുന്നത്. അപ്പൊ അത്തരത്തിൽ നിയമവ്യവസ്ഥയെ മാനിച്ച് പുറത്തിറങ്ങേണ്ടതിന് പകരം ഇനി ബാക്കിയുള്ള വിചാരണ തടവുകാരുടെയും കൂടെ കാര്യത്തിലുള്ള തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തു വരികയുള്ളൂ എന്ന് സ്വതസിദ്ധമായി അദ്ദേഹത്തിന്റെ പൊതുസ്ഥലങ്ങളിലും വ്യാവസായിക സ്ഥാപനത്തിലും ഒക്കെ പ്രകടിപ്പിക്കാറുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ തങ്ങാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ കോടതി വിചാരണ തടവുകാരുടെ കാര്യം നോക്കാൻ കോടതിയുണ്ട്, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ഏജൻസികളുണ്ട് എന്നിരിക്കെ ഒരു വിചാരണ തടവുകാരന് ഉത്തരവ് കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങില്ല എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെയും. ഒരിടത്തും ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതായിട്ട് പോലും കണ്ടിട്ടില്ല. അപ്പോൾ വളരെ അഭൂതപൂർവമായി ഒരു നടപടിയിലൂടെ അദ്ദേഹം പുറത്തിറങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് അത് പരിഗണനയിൽ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജയിലിന് പുറത്തു വരാൻ അദ്ദേഹം സന്നദ്ധത കാട്ടാതിരുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി ഒരു നിലപാട് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ജാമ്യം വരെയും റദ്ദാക്കുവാൻ കോടതി മടിക്കില്ല എന്ന് സുവ്യക്തമായി ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വിവേകം ഉദിച്ചത്. ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അവിടെ നമുക്ക് ക്ലബായിട്ട് കാണാനൊക്കില്ല. എത്ര വലിയ ധനികനാണെങ്കിലും വ്യവസായി ആണെങ്കിലും ഇനി ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ തന്നെയും ജയിലിനകത്ത് സ്പോർട്സ് ഐറ്റംസ് ഒന്നും അനുവദനീയമല്ല. അത്തരത്തിലുള്ള വ്യവഹാരങ്ങളോ അത്തരത്തിലുള്ള വാദങ്ങളോ ഒന്നും തന്നെ ജയിലിൽ സാധ്യമല്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ നിലപാടിലെ ഒരു വിരോധാഭാസം കോടതി മനസ്സിലാക്കുകയും അത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തത്. എന്ന് മാത്രമല്ല, പിന്നീട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ എല്ലാം തന്നെ നിരുപാധികം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മാപ്പ് പറയുകയും ഇനി ഇങ്ങനെ ഒരു പരാമർശം ഡബിൾ മീനിങ്ങോടുകൂടിയുള്ള വഷളത്തരങ്ങളൊന്നും തന്നെ അദ്ദേഹം വിളിച്ചു പറയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തത്. അതൊരു നല്ല ശുഭകരമായ ഒരു അവസാനം തന്നെയാണ് സ്മൃതി. കാരണം ഇത്രയധികം ദിവസം ജയിൽവാസത്തിന് ശേഷം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നൊരു മനുഷ്യൻ റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ. എന്ന് മാത്രമല്ല, ഈ ജാമ്യ ഹർജിയിലെ ഉപാധികളിൽ ഇങ്ങനെയുള്ള ഒഫൻസുകൾ ഇനി കമ്മിറ്റ് ചെയ്യരുത് എന്നൊരു നിബന്ധനയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇനിയുള്ള ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിസ്റ്ററി ഷീറ്ററായിട്ട് മാറുകയാണ്.
ഇനി ഒരു തരത്തിലുള്ള ലീനിയൻസിയും കോടതിയിൽ നിന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, നിയമത്തിൽ ഒഫൻസ് ആയിട്ടുള്ള തെറ്റുകൾ പറ്റും, പക്ഷെ അവർക്ക് മാറാനുള്ള ഒരു അവസരം കൂടെ നിയമം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ കോടതി ലീനിയന്റ് ആയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് രാവിലെ വ്യക്തമാക്കിയത്. അപ്പോ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാറ്റത്തെ നാം സംശയത്തോടു കൂടി കാണേണ്ടതായിട്ടില്ല. ഓരോ മനുഷ്യന്റെയും ഓരോ സാഹചര്യങ്ങളും അല്ലേ. ഒരുപക്ഷെ ഈ ഫാൻ ഗ്രൂപ്പുകളാൽ മാത്രം പൊതിഞ്ഞിരിക്കുന്ന, ഫാൻസുകളാൽ മാത്രം സ്വയം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചില ഡെല്യൂസീവ് ആയിട്ടുള്ള തോട്ട്, ഡെല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയാണ്. ഒരു മനുഷ്യൻ ചില തരത്തിലുള്ള വിഭ്രാന്തിയിൽ അല്ലെങ്കിൽ സങ്കല്പനങ്ങൾ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം മനഃശാസ്ത്രത്തിൽ ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയർ, ഞാനൊരു വലിയ ചക്രവർത്തിയാണ്, എന്റെ ചുറ്റും നിൽക്കുന്നത് ലോകം മുഴുവൻ എന്റെ അനുചരന്മാരാണ് എന്ന് പറഞ്ഞാൽ. പെർസിക്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാവരും വേട്ടയാടുന്നു എന്നൊരു ചിന്ത ഒരു മനുഷ്യനെ വേട്ടയാടുമ്പോഴാണ് അത് ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ ആകുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ഗ്രാൻഡിയറിൽ നിന്ന വലിയൊരു ചക്രവർത്തിയെ പോലെ തന്റെ അനുചരന്മാരുടെ ഇടയിൽ ന്യായമായ കാര്യങ്ങൾക്കായിരിക്കും അദ്ദേഹം പണം വാരി വിതറിയിട്ടുള്ളത്. മാനുഷിക പ്രവർത്തനങ്ങളെയൊന്നും കുറച്ചു കാണുന്നില്ല. അദ്ദേഹം വീണ്ടും ധനവാനാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടട്ടെ. പക്ഷെ ഈ വഷളത്തരം വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഒരു തെറ്റായിരുന്നു, നിയമത്തിലൊരു ഒഫൻസാണ്. കോടതികൾ അത് അംഗീകരിക്കില്ല. ഇത്തരത്തിലുള്ള അനുബന്ധ ചേഷ്ടകളും കോടതികൾ അംഗീകരിക്കില്ല എന്നൊരു വലിയ റിയലൈസേഷനിൽ അദ്ദേഹം ചെന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കറക്ഷണൽ ഒരു ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റമാണ്. ആൾക്കാർക്ക് റീഫോം ചെയ്യുവാനുള്ള അവസരം ജയിൽ മുരളികൾ ഒരുക്കാറുണ്ട്, കോടതികളുടെ ശാസനകൾ ഒരുക്കാറുണ്ട്. അപ്പൊ ശ്രീ ബോബി ചെമ്മണ്ണൂർ ഒരു സമൂഹത്തിന് ഇത്തരത്തിലൊരു ഭീഷണിയായിട്ട് ഇനി ഉയർന്നു വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ള എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിലും ശരീരഭാഷയിലും ഉണ്ട്. നമുക്കതിൽ തൽക്കാലം വിശ്വസിക്കാം. മറിച്ചാണെന്നുണ്ടെങ്കിൽ നിയമപരമായ വഴികൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഇതിനെ ഇരകളാകപ്പെടുന്നവർക്ക് തേടേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന്. അദ്ദേഹം താങ്കൾ പറഞ്ഞ മാനസികാവസ്ഥ അദ്ദേഹത്തിന് ജയിലിൽ കിടന്നപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ആ സഹതടവുകാരുടെ രക്ഷകനായി അദ്ദേഹത്തിന് സ്വയം തോന്നിയത്. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി താൻ അവിടെ തന്നെ തുടരാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. അവർക്ക് എത്ര പേർക്ക് സാമ്പത്തിക സഹായം, 10-26 പേരുണ്ട്, അവരുടെ എണ്ണമൊക്കെ എടുത്ത് അവരെ കൂടി പുറത്തിറക്കാനുള്ള വലിയ ആലോചനയിലായിരുന്നു അദ്ദേഹം. പക്ഷേ പുറത്തിറങ്ങുമ്പോഴും ആ ആലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കോടതി അത് കണ്ടിട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് തന്ത്രപൂർവ്വം നിലപാട് മാറ്റിയത്. ഇപ്പോൾ തന്ത്രമാണോ അതോ മാനസാന്തരമാണോ എന്നറിയണം. ദിനു വെയിലിന് എന്താണ് അഭിപ്രായം എന്ന് കേൾക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.